താങ്ക് ഗോഡ്, സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഒരു നിമിഷം ഇങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു ഭക്തനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്, ഒരു വിശ്വാസിയായി ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതേ തുടർന്ന് വലിയൊരു ദൈവസാന്നിധ്യം, മീൻസ് അഭിഷേകത്തിൻ്റെ ഒരു കാറ്റ്. സ്തോത്രം. ശുശ്രൂഷകരാണെങ്കിൽ ആലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അഭിഷേകത്തിൻ്റെ ഒരു കാറ്റ്. വിശ്വാസികളായിരിക്കുന്നവർ ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ചില കാര്യങ്ങൾ വിശ്വാസത്തോടു കൂടെ പറയുമ്പോൾ അവിടെ അഭിഷേകത്തിൻ്റെ ഒരു കാറ്റ്. ആ കാറ്റ് വീശിയിരുന്നെങ്കിലൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഇല്ലേ? ഓരോ പ്രാർത്ഥനകളിലും ഓരോ ശുശ്രൂഷകളിലും നമ്മളത് ആഗ്രഹിക്കുന്നതാണ് ആ അഭിഷേകത്തിൻ്റെ ഒരു കാറ്റ്. ഇറ്റ്സ് പോസിബിൾ. ഇത് സാധ്യമാണോ? അല്ലേ? ഇതൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളിൽ ഒരു ആഗ്രഹം പോലെ ഉള്ളതല്ലേ എന്ന ചിന്തയിൽ നിന്നാണ് ഇത് സാധ്യമാണോ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ ചിന്ത നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങളൊരു വിശ്വാസി ഭക്തരാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു കാറ്റിനെ ഉളവാക്കുവാൻ കഴിയും. ആ കാറ്റിനെ ബൈബിൾ അഭിഷേകത്തിൻ്റെ കാറ്റ് എന്ന് വിളിക്കും. ആ അഭിഷേകത്തിൻ്റെ കാറ്റിനെ ലോകം നിർവചിക്കും. അത് അത്ഭുതത്തിൻ്റെ, ദൈവപ്രവൃത്തിയുടെ, മീൻസ് വീര്യപ്രവൃത്തിയുടെ കാറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ ശുശ്രൂഷയിലേക്കൊക്കെ ഇറങ്ങിയ സമയത്ത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രതികൂലങ്ങൾ, ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. എന്നാൽ അതിനെ ഞാൻ സമീപിച്ച വിധം നേരത്തേതുപോലെയല്ല, ഇപ്പോൾ ഒത്തിരി വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതാണ് ആകെപ്പാടുള്ള വ്യത്യാസം. അല്ലാതെ പ്രശ്നങ്ങൾക്കൊന്നും മാറ്റം വന്നിട്ടുണ്ട്, പക്ഷേ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആണല്ലോ? കഴിഞ്ഞ നാളുകൾ നിങ്ങളെ കരയിപ്പിക്കുകയും വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്ത പ്രശ്നങ്ങൾ ഇന്നും അതങ്ങനെ ഉണ്ടോ? ഇല്ല. കണ്ണുനീരുണ്ട്. കാരണം വേറെ പ്രശ്നങ്ങളാണ്, വേറെ പ്രതിസന്ധികളാണ്, വേറെ വെല്ലുവിളികളാണ്. നമ്മൾ അവിടെ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവന്നു. നമ്മളായി പുറത്തു വന്നതല്ല, കർത്താവ് പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു കർത്താവിൻ്റെ മുൻപിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു സത്യം, ഈ അവസ്ഥയിൽ നിന്നും കർത്താവ് പുറത്തു കൊണ്ടുവരും. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, ശുശ്രൂഷകരെ കേൾക്ക്. ഈ അവസ്ഥയിൽ നിന്നും കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഇന്നലകളിൽ നിങ്ങൾ കരഞ്ഞ, നിലവിളിച്ച, നിരാശയോടെ, വേദനയോടെ, സങ്കടപ്പെട്ട് നിങ്ങളായിരുന്ന ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന കർത്താവിന് ഇന്ന് നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന, വല്ലാതെ നിരാശപ്പെടുത്തുന്ന ഈ അവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾ പറയും, ദേവദാസനെ, കഴിഞ്ഞ നാളുകളിലെ പോലെ പ്രശ്നമല്ല. അയ്യോ, അതൊന്നുമല്ല ഇന്നത്തെ പ്രശ്നം. എന്നാൽ ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു ചിന്തിച്ചേ. അന്ന് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്, അയ്യോ ഇതുപോലൊരു പ്രശ്നം ഞാനിതുവരെ അനുഭവിച്ചിട്ടില്ലേ, ലോകത്തിൽ ആർക്കുമില്ലാത്ത പ്രശ്നമാണ്, ഇതുപോലെ കഷ്ടതയിലൂടെ ആരും കടന്നു പോയിട്ടില്ലേ. അതങ്ങനെയാ. നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് കഷ്ടത ഭയങ്കര സംഭവമാണ്. എപ്പോഴും അങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സംഭവമുണ്ട്. എന്താ? വിശപ്പ്. വിശന്നിരിക്കുമ്പോൾ വിശപ്പ് പോലെ വലിയൊരു സംഭവം ലോകത്തിലില്ല. പക്ഷെ ആഹാരം കഴിച്ചു കഴിഞ്ഞാലോ അതൊരു വലിയ കാര്യമായിട്ട് തോന്നത്തില്ല. അതുകൊണ്ടാണ് വിശന്നിരിക്കുന്ന നിങ്ങളിൽ പലരുടെയും വേദന തിന്ന് തൃപ്തരായി ഏമ്പക്കവും വിട്ടായിരിക്കുന്നവർക്ക് മനസ്സിലാക്കത്തത്. അവിടെയും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ കർത്താവിന് നിങ്ങളുടെ വിശപ്പിൻ്റെ വേദന അറിയാം, നിങ്ങളുടെ വിശപ്പിൻ്റെ വില അറിയാം. അതുകൊണ്ട് അതിന് അവൻ പരിഹാരം വരുത്തും. അതെ, ആ വിശപ്പിന് കാരണമായിരിക്കുന്ന ഇല്ലായ്മയ്ക്ക് എൻ്റെ കർത്താവ് പരിഹാരം വരുത്തുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ വലിയ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഞാനായിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്ന കാര്യമുണ്ട്, കർത്താവേ എല്ലാം തീർന്നു, ഇതോടെ എല്ലാം അവസാനിച്ചു. ഞാൻ ഇന്നലകളിലേക്ക് നോക്കും, നാളെയിലേക്ക് നോക്കും, അയ്യോ എന്ത് സംഭവിക്കും, ഇന്നലെ ഞാൻ അങ്ങനെ ആയിരുന്നല്ലോ കർത്താവേ, അവിടെ നിന്നാണല്ലോ നിൻ്റെ അടുത്ത് വന്നത്, നാളെ ഇതാ വലിയ ദുരന്തമാണല്ലോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. തീർന്നു കർത്താവ്, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കർത്താവ്, എല്ലാം തീർന്നു, വഴികളെല്ലാം അടഞ്ഞു, എന്നെ എല്ലാവരും പരിഹസിക്കും, എന്നെ എല്ലാവരും കളിയാക്കും, എന്നെ എല്ലാവരും നിന്ദിക്കും, നിന്നയ്ക്ക് കുറവില്ല, എങ്കിലും അതിലും അധികം നിന്ദിക്കും, അതിലും അധികം പരിഹസിക്കും. അങ്ങയുടെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ട് ചില രാത്രികളിൽ എനിക്ക് സങ്കടം സഹിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ എൻ്റെ ജീവിതം തകരുമ്പോൾ, എൻ്റെ ജീവിതം ഈ പ്രശ്നത്തിന് മധ്യത്തിൽ ഇല്ലാതായിത്തീരുമ്പോൾ എല്ലാവരും അങ്ങയുടെ നാമത്തെയും ചേർത്ത് കളിയാക്കുമല്ലോ. അവനുള്ള ജോലിയും കളഞ്ഞു, കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് ഇപ്പോൾ എന്തായി? അയ്യോ, അങ്ങനെ ചോദിച്ചാ, നിനക്ക് വട്ടാണോ എന്ന് ചോദിച്ചാ, നിനക്ക് വേറെ വേലയില്ലേ എന്ന് ചോദിച്ചാ, പരിഹസിച്ച ഒത്തിരി പേരുണ്ട് മുൻപിൽ.
വല്ലാത്തൊരവസ്ഥ. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഞാനായിരിക്കുന്ന ഒരു രാത്രിയിൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വന്ന എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ഒത്തിരി പേരുമായി പങ്കുവച്ചിട്ടുള്ള, എൻ്റെ ജീവിതത്തെയും അവരുടെ ജീവിതത്തെയും മാറ്റിയിട്ടുള്ള, ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ പോകുന്ന ആ കാര്യം തന്നെ. കർത്താവ് പറഞ്ഞേ, എല്ലാം തീർന്നില്ലേ? ഞാൻ പറഞ്ഞു, അതേ കർത്താവ്, എല്ലാം തീർന്നു. കർത്താവ് പിന്നെയും ചോദിച്ചു, ഈ തീർന്നു എന്ന് പറയുവാൻ എന്തെങ്കിലും പാടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല, അതൊരു യാഥാർത്ഥ്യമാണല്ലോ, അതങ്ങനെ പറയുവാൻ എന്ത് പാടാവുള്ളേ? എന്നാ കർത്താവിനോട് പറഞ്ഞു, അല്പം പാടുള്ളൊരു കാര്യം പറയട്ടെ. ആ തീർന്നെന്ന് നീ കാണുന്ന, നിന്റെ ബുദ്ധി പറഞ്ഞു തരുന്ന ആ മേഖലയെ നോക്കി പറയ്, ഇനിയും ഉണ്ടാകും, ഇനിയും ഉണ്ടാകും, അവിടെ ഇനിയും നന്മയുണ്ടാകും, എനിക്കിനിയും പിടിച്ചു നിൽക്കുവാൻ കഴിയും, എനിക്കിനിയും വഴികൾ തുറന്നു വരും, ഞാൻ ഇനിയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും, ഇനിയും ഇനിയും ഉണ്ടാകും. ഞാൻ പറഞ്ഞു, കർത്താവേ, ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാമല്ലോ. കർത്താവ് പിന്നെയും പറഞ്ഞു, നിനക്കുണ്ടാകത്തില്ല എന്ന് അറിയാം, എന്നാൽ എനിക്ക് അത് നിനക്ക് ഉണ്ടാക്കി തരുവാൻ കഴിയും. കല്ലുകളിൽ നിന്ന് ആബ്രഹാമിന് മക്കളെ ഉളവാക്കി നൽകുവാൻ കഴിയുന്ന ഒരു ദൈവം. പെട്ടെന്ന് ആ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ഞാൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയതും ഭക്തന്മാരുടെ ജീവിതം എന്നെ പഠിപ്പിച്ചതും ആ ദൈവത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ അവിധത്തിൽ മടികൂടാതെ അപ്പോൾ മുതൽ പറയുവാൻ തുടങ്ങി. ഒരിക്കൽ ഒരു മാതാവ് വളരെ സങ്കടത്തോടെ പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിച്ചു. തൻ്റെ മകൻ വിദേശത്തേക്ക് കടന്നുപോയി. വളരെ പ്രതീക്ഷയോടെ നാട്ടിൽ ഓടിച്ചാടി നടന്ന മകൻ ഒത്തിരി കടമൊക്കെ വാങ്ങി വിദേശത്ത് കടന്നുപോയി. എന്തിനാണ്? അറിയാമല്ലോ. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇങ്ങനെ ഈ തല്ലിപ്പൊളി കൂട്ടുകെട്ടോട്ട് നടന്ന ചെറുക്കൻ നശിച്ചു പോകും. രണ്ടാമത്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ, ഒരു വിവാഹമൊക്കെ കഴിപ്പിച്ച് സന്തോഷമായിട്ട് അവൻ ജീവിക്കണ്ടേ, ഒരു വിവാഹമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അപ്പോൾ ആ പ്രതീക്ഷയോടെ കടന്നുപോയി. കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടി, അവൻ്റെ കൂട്ടുകെട്ടിൻ്റെ മോഹങ്ങളൊക്കെ മാറി, ജീവിക്കണമെന്നുള്ള ചിന്തയുണ്ടായി. വിവാഹത്തെക്കുറിച്ചൊക്കെ ആ കുഞ്ഞ് സ്വപ്നം കണ്ടു തുടങ്ങി. ചില മാതാപിതാക്കൾ വല്ലാതെ സങ്കടപ്പെടുകയാണ്. അങ്ങനെ ഒരു ചിന്തയുമില്ല, കാള കളിച്ച് നടക്കുക പിള്ളേർ. ജോലിക്ക് പോകണമെന്നില്ല, വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നില്ല. അത് നിങ്ങൾക്ക് ആദ്യമായി മാറിയിരിക്കുന്നു. അവളുടെ പ്രായത്തിലുള്ളവർക്കൊക്കെ വിവാഹം നടന്നിരിക്കുന്നു. സങ്കടപ്പെടുകയാണോ? നിന്റെ ആദ്യയെ എൻ്റെ കർത്താവ് തീർക്കുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക, വിവാഹം നടക്കുക. ആമേൻ. നല്ല ജോലികളെ നൽകി നല്ല അനുഗ്രഹിക്കപ്പെട്ട ഭാവികളെ കർത്താവ് നിങ്ങളുടെ തലമുറകൾക്കായി ഒരുക്കുക. അതിന് തടസ്സമായി നിൽക്കുന്ന കൂട്ടുകെട്ടുകളെ എൻ്റെ കർത്താവ് പൊളിച്ചു കളയുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അപ്പോൾ അങ്ങനെ സന്തോഷകരമായി മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഈ മകൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനി പൂട്ടിപ്പോയി. അപ്പോൾ അറിയാമല്ലോ സാഹചര്യം എന്തായിരിക്കുമെന്ന്. ശമ്പളമില്ല, വേറെ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, വല്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോയി. ഈ ചെറുക്കനാണെങ്കിൽ കരച്ചിലോട് കരച്ചിൽ. അവൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും ആണെങ്കിൽ സങ്കടം സഹിക്കുവാൻ കഴിയുന്നില്ല. ഇവൻ തിരിച്ചു വന്നാൽ വീണ്ടും പഴയ കൂട്ടുകെട്ടുകളിൽ പോയി തേനും തെരുവടിയുമായിട്ട് നടക്കുമല്ലോ, അത് കാണേണ്ടി വരുമല്ലോ. അതൊന്നാമത്തെ സങ്കടം. വിവാഹത്തെക്കുറിച്ചൊക്കെ മകൻ പറഞ്ഞത് കേട്ട് ഒത്തിരി പേരോട് പറഞ്ഞു, അവൻ ഇന്ന സ്ഥലത്ത് ഇന്ന കമ്പനിയിൽ ഇത്ര ശമ്പളത്തിനാണ് ജോലി. അപ്പോൾ അതിനൊത്തവണ്ണമുള്ള, ഇവിടെ വീട്ടിൽ ഞങ്ങൾക്ക് ചട്ടിയും കഴുവാനൊന്നും പെങ്കൊച്ചിന് ആവശ്യമില്ല, അവനൊപ്പം ജീവിക്കുവാൻ. അതെ, അതാണ് നല്ല തീരുമാനം. അങ്ങനെ അവർക്കൊപ്പം ജീവിക്കുവാനുള്ള നല്ല പങ്കാളികളെ കണ്ടെത്തുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. പാത്രം കഴുകാനാണെങ്കിൽ നല്ലൊരു ജോലിക്കാരെ നിർത്തുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങളും പ്രാർത്ഥിക്കാം. അതിന് കർത്താവ് അങ്ങനെയുള്ള അവസരങ്ങളെ കർത്താവ് തരട്ടെ. അപ്പോൾ ആ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു, വല്ലാത്ത വേദനയായി. ആ മാതാവ് ഇങ്ങനെ പറയുക, ദേവദാസനെ, എല്ലാം തീർന്നു, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. എന്നോട് കർത്താവ് പറഞ്ഞത്, കർത്താവിൻ്റെ അതേ സ്ഥാനത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞെന്ന് ഞാൻ ആ മാതാവിനോട് പറഞ്ഞു. മാതാവേ, തീർന്നെന്ന് പറയാൻ വരട്ടെ, അവിടെ തന്നെ ആ രാജ്യത്ത് തന്നെ ആ മകൻ ജോലി ചെയ്യും. ആ മകൻ വിളിച്ച് തീർന്നു എന്ന് പറയുമ്പോൾ നീ അവനോട് പറയേ, മോനെ, അവിടെ തന്നെ നീ ജോലി ചെയ്യും, ഇതിലും അധികം ശമ്പളം നീ വാങ്ങും. അവൻ നല്ലൊരു വിശ്വാസിയാ കേട്ടോ, സ്തോത്രം. അത് കേൾക്കയിൽ തന്നെ ആ അമ്മയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. അമ്മ പറഞ്ഞു, മോനെ, ഞാൻ എൻ്റെ മോൻ വിളിക്കുമ്പോൾ പറയാം. എന്നെ മോനെ എന്നാ വിളിക്കുന്നത്, ഞാൻ എൻ്റെ മോൻ വിളിക്കുമ്പോൾ പറയാം. അമ്മ അന്ന് മുതൽ പറയുവാൻ തുടങ്ങി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ഒന്നും സംഭവിച്ചില്ല. ആ മകൻ വിളിച്ചു. അമ്മ പറഞ്ഞു, നീണ്ട ദിവസങ്ങൾ. അമ്മ പറഞ്ഞ് അമ്മയ്ക്ക് അതൊരു ക്രൈസായി മാറി. ഇപ്പോൾ പ്രൈസർ ഫാമിലിയുടെ കരുത്തരായ പില്ലേഴ്സാണ് ആ കുടുംബം. ആ മകൻ
വിവാഹം കഴിഞ്ഞ് വിദേശത്ത് സന്തോഷമായി ജീവിക്കുന്നുണ്ട്. അതിലും വലിയൊരു കമ്പനിയിൽ കർത്താവ് അവന് ജോലി നൽകി, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാമിലി നൽകി. കാരണം എന്തെന്നറിയാമോ? ആ വാക്കുകൾക്ക് പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി, ഉളവാക്കുന്ന ഒരു കാറ്റ്. സ്തോത്രം. കാണുന്നത് എന്താ? ഇനി വചനത്തിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റം പറയും. നോക്കിയേ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അവിടെ യെഹെസ്കേൽ എന്ന ശക്തനായ, ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകനെ ദൈവം വിളിച്ച് ഒരു അസ്ഥി താഴ്വരയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് യെഹെസ്കേലിനോട് പറയുന്നു, യെഹെസ്കേൽ നോക്ക്. യെഹെസ്കേൽ നോക്കി. അങ്ങനെ നോക്കുമ്പോൾ എന്ത് സന്തോഷമായിരിക്കുമല്ലേ? കാരണം എന്താ? ദൈവമാ കൊണ്ടുപോയി. ദൈവം ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നോക്കാൻ പറഞ്ഞ, അയ്യോ, അതിലും വലിയൊരു മഹത്വം വേറെ ഉണ്ടോ? അല്ലേ? കർത്താവ് പറഞ്ഞേ, ആ രാജ്യത്ത് പോ, ആ ജോലി ചെയ്യ്, ആ കല്യാണം കഴിക്ക്, അല്ലേ? കർത്താവ് പറയുന്നു. നമ്മൾ അങ്ങോട്ട് പോയി നോക്കുമ്പോഴാ വചനം പറയുന്നേ, ദൈവത്തിന്റെ ആത്മാവ് യെഹെസ്കേലിനെ നടത്തിയെന്ന. ആത്മാവിനാൽ നടത്തപ്പെട്ട യെഹെസ്കേൽ നോക്കുമ്പോൾ അസ്ഥി താഴ്വര. തകർന്നു പോകത്തില്ലേ? അങ്ങനെ തകർന്ന് ഒത്തിരി പേർ കേൾക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച്, ആലോചന ചോദിച്ചു, വളരെ പ്രതീക്ഷയോടെ ഇറങ്ങിപ്പോയി. എന്നിട്ടോ അവിടെ ജോലിയുമില്ല, നേരം തിന്നാനുമില്ല. അയ്യോ, വല്ലാത്ത കഷ്ടമാ. സഹോദരി, നിങ്ങൾ അനുഭവിക്കുന്നതിലും കഷ്ടം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുക. നിങ്ങളവിടെ ഇല്ലാത്തത് കൊണ്ട് അനുഭവിക്കുന്നു, ഇവരിവിടെ കടക്കാരുടെ മുമ്പ് കിടന്ന് അനുഭവിക്കുന്നു. അല്ലേ സഹോദരി? ഒരുപാട് പ്രാർത്ഥിച്ച് കയറിപ്പോയ വീടാ, എന്നിട്ടാ അവിടെ അനുഭവിക്കുന്ന കഷ്ടം. അയ്യോ കർത്താവേ, ഇതിലും വേദം കെട്ടാതെ വീട്ടിൽ നിന്നാൽ മതിയായിരുന്നു. കരയുക നീ. മാതാവേ, മക്കളെക്കുറിച്ച് ഓർത്ത് നീ വല്ലാതെ കരയുക. എൻ്റെ കുഞ്ഞിന് ഈ ഗതി വന്നല്ലോ, അവൾക്ക് ഈ അവസ്ഥ വന്നല്ലോ. അപ്പാ, ഞങ്ങൾ പ്രാർത്ഥിച്ച് നിന്റെ ആലോചന കേട്ട് ഇറങ്ങി തിരിച്ചതല്ലേ, നീ കൊണ്ടുവന്ന ആലോചനയല്ലേ, നീയല്ലേ നടത്തിയത്, അല്ലേ സഹോദര? പ്രാർത്ഥിച്ചു. നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ നിനക്ക് കർത്താവ് ഒരു പങ്കാളിയെ തരുവാൻ എപ്പോഴോ നീ വിശ്വസിച്ചു. അതേ, കർത്താവ് എനിക്ക് അവിധത്തിലുള്ള ഒരു പങ്കാളിയെ തന്നു. പക്ഷേ മുമ്പോട്ട് നോക്കുമ്പോൾ നല്ലതൊന്നും കാണാനില്ല, ഒരു പങ്കാളിത്തവുമില്ല. പങ്കാളിയുണ്ട്, പക്ഷേ ഒരു പങ്കാളിത്തവുമില്ല. ആത്മീയ ജീവിതം പണിയപ്പെടുന്നില്ല, ആഗ്രഹിച്ചതുപോലെ മുന്നേറുവാൻ കഴിയുന്നില്ല. അറിയാം, പ്രാർത്ഥിച്ചാൽ മുന്നേറുവാൻ കഴിയുന്ന ചില മേഖലകൾ മുൻപിലുണ്ട്. ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് മറുപടിയായി മാറേണ്ട പലതും പ്രാപിച്ചെടുക്കേണ്ടതുണ്ട്. പക്ഷേ ആ ഒരു പങ്കാളിത്തമില്ല. യെഹെസ്കേൽ നോക്കുമ്പോൾ കാണുന്നത് പോലെ അസ്ഥികൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. അസ്ഥികൾ, ഒത്തിരി പഴക്കമുള്ള അസ്ഥികൾ. ആ അസ്ഥികൾ നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ കാണാൻ പാടായിരിക്കും. നേരത്തെയൊക്കെ ഈ മാടുകളെ വെട്ടുന്ന സ്ഥലമുണ്ട്, അതായത് കാള, പശു, പോത്ത്, അതിനെയൊക്കെ വെട്ടുന്ന സ്ഥലത്ത് അസ്ഥികളൊക്കെ വീഴും. അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലത്തുള്ളവർക്കെല്ലാം, അല്ലെങ്കിൽ അതുവഴി പോകുന്നവർക്കെല്ലാം അറിയുവാൻ കഴിയും ഇവിടെ എവിടെയൊക്കെ മാട് വെട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ അസ്ഥികളെയും പിടിച്ചുകൊണ്ട് പട്ടികൾ നടക്കും. ആമേൻ. അവർ വെട്ടിക്കൊണ്ട് കളയുന്ന അസ്ഥികളെയും കൊണ്ട് നടക്കും. ഇപ്പോൾ അങ്ങനത്തെയുള്ള സാഹചര്യം സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നേരത്തെ ഉണ്ട്. ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്തിനടുത്ത് അങ്ങനെയുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ കൂടെ പോകുന്ന പട്ടികളെ കണ്ടാൽ അറിയാം ഇവിടെ മാട് വെട്ടുന്ന സ്ഥലം ഉണ്ട്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ അസ്ഥി താഴ്വരയിൽ അവിടെ പട്ടികളില്ലാത്തതുകൊണ്ടാണ്. അവിടെ പട്ടികളുണ്ട്. നായ്ക്കൾ യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പട്ടികൾ അവിടെയും ഉണ്ട്. ഈ പട്ടികൾ ചുമന്നോട്ട് പോയിട്ട് തീരാത്ത അത്ര അസ്ഥി. അപ്പോൾ കണ്ടതിനേക്കാളും ഒരുപാട് അസ്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ പലതും പട്ടികൾ വലിച്ചുകൊണ്ട് പോയി. ഒരു സ്ഥലം നാറിയിരിക്കുന്നു, ഒരു സ്ഥലം നാശമായി തീർന്നിരിക്കുന്നു. അല്ല, അവിടെയുള്ള നാറ്റം, അവിടെയുള്ള നാശമായ അവസ്ഥ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. സ്തോത്രം. അതൊരു രോഗമായിട്ടായിരിക്കും നീ അനുഭവിക്കുന്നത്. ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു രോഗമുണ്ടായിരിക്കുന്നു, അത് മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യുക. യേശുവിൻ നാമത്തിൽ കർത്താവ് നിന്നെ തൊടുക. സ്തോത്രം. പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സൗഖ്യം വ്യാപരിക്കുക. താങ്ക് ഗോഡ്. ആ നാറ്റം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ ഇതുവരെ അത് നിന്റെ വീട്ടിനകത്തായിരുന്നു, ഇപ്പോൾ അത് ചിലതൊക്കെ വന്ന് കടിച്ചെടുത്തുകൊണ്ട് പുറത്തൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങി. നിന്റെ വീട്ടിൻ്റെ അവസ്ഥയെ മറ്റുള്ളവിടങ്ങളിലേക്ക് എത്തിക്കുവാൻ തുടങ്ങി. 4 ആൾ കൂടുന്നിടത്ത് അത് ചർച്ചയായി തുടങ്ങി. മാതാവേ, പിതാവേ, നിന്റെ തലമുറകളെക്കുറിച്ചാണ്. സഹോദരി, നിന്റെ കുടുംബജീവിതത്തെക്കുറിച്ചാണ്. താങ്ക് ഗോഡ്. ശുശ്രൂഷക, നിന്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ്. ഇപ്പോൾ അത് 4 ആൾ കൂടുന്നിടത്ത് ചർച്ചയാകുവാൻ തക്കവണ്ണം ചില നായ്ക്കൾ
പലതിനെ കടിച്ച് വലിച്ചു കൊണ്ടുപോവുക. താങ്ക് ഗോഡ്, സ്തോത്രം. ആ അവസ്ഥയ്ക്ക് മാറ്റം വരിക. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ സ്പ്രെഡാകുന്ന അവസ്ഥ, സ്പ്രെഡാകുന്ന ചില ചീത്ത പേരുകൾ സ്പ്രെഡായിക്കൊണ്ടിരിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അത് വിട്ടുപോവുക. ആമേൻ. അപ്പോ യെഹെസ്കേൽ കാണുന്നത് അസ്ഥി താഴ്വരയാ. സ്തോത്രം. ഞാനും കണ്ടത് എല്ലാം അവസാനിച്ച ആ താഴ്വര തന്നെയാ. എന്നെ വിളിച്ച മാതാവും അനേക മാതാപിതാക്കളിൽ ഒരാളാണ് കേട്ടോ, സഹോദരി സഹോദരന്മാരിൽ ഒരാളാണ് കേട്ടോ, നിങ്ങളിൽ ഒരാളാണ് കേട്ടോ. നിങ്ങളും അവരും കാണുന്നത് അസ്ഥി താഴ്വരയാണ്. അവിടെ ഞാൻ കേട്ടതുപോലെ ദൈവത്തിന്റെ ശബ്ദം പ്രവാചകനും കേൾക്കുകയാണ്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? 37:3. പ്രവാചക എന്നല്ല ചോദിച്ച, മനുഷ്യപുത്ര. കാരണം മനുഷ്യനായി നോക്കിയാൽ അത് ജീവിക്കത്തില്ല. മനുഷ്യനായി, അതെ, നമ്മൾ മനുഷ്യരായിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അറിയാമെന്നുള്ളത്. ചിലതൊന്നും നേരെ ആകത്തില്ല. ഇനി അങ്ങോട്ടൊരു പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല, ഇനി അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല. അതേ ചോദ്യമാണ് ദൈവത്തിൽ നിന്ന് ഉയരുന്നത്. മനുഷ്യപുത്ര, മനുഷ്യപുത്ര, മനുഷ്യ, നീ നോക്ക്, ജീവിക്കുമോ? യെഹെസ്കേൽ ഉടനെ പറയുക, എന്നെ കൊണ്ട് പറ്റത്തുമില്ല, എനിക്കറിയത്തുമില്ല. അർത്ഥം, നിനക്ക് പറ്റും. സ്തോത്രം. ആ രാത്രിയിൽ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് അറിയത്തില്ല ഈ അവസ്ഥ മാറുമോ. എൻ്റെ ബുദ്ധി ഒരിക്കലും സമ്മതിച്ച് തരത്തില്ല. എന്നെ കാണുന്നവരും അറിയുന്നവരും അത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണമുള്ളൊരു മാനസിക പശ്ചാത്തലം എനിക്ക് ഒരിക്കൽ തരത്തില്ല. എന്നാൽ എൻ്റെ ദൈവത്തിനറിയാം. ഞാനത് വിശ്വസിച്ചു. ആ മാതാവും അത് വിശ്വസിച്ചു. ഒത്തിരി പേർ വിശ്വസിച്ചു. നിങ്ങളും ഇന്നത് വിശ്വസിക്കുമെങ്കിൽ എന്താ സംഭവിക്കുന്നേ? കർത്താവ് പറയുക, നീ പറയ. സ്തോത്രം. നിന്റെ വാക്കുകൾക്ക് പിന്നിൽ ഒരു കാറ്റുളവായി വരും. ആ കാറ്റ് അഭിഷേകത്തിൻ്റെ കാറ്റായി താഴ്വരയിൽ വീശുവാൻ തുടങ്ങും. യേശുവിൻ നാമത്തിൽ സ്തോത്രം. നശിച്ച് തീർന്ന ചിലതിനെ നോക്കി നിങ്ങൾ പ്രവചിക്കുവാൻ തുടങ്ങുക. സ്തോത്രം. തീർന്നു, അവസാനിച്ചു, എൻ്റെ കുടുംബജീവിതം തീർന്നു, എൻ്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്കിനി ഒരു ജീവിതമില്ല, എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു, ഞാനിനി ഒറ്റയ്ക്കായി തീരുമെന്ന് പറഞ്ഞു മടുത്ത സ്ഥാനത്ത് സ്തോത്രം പറയുവാൻ തുടങ്ങ്. എൻ്റെ ഭർത്താവ് നേരെയാകും, എൻ്റെ ഭർത്താവ് മാറും. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സഹോദരി പറയും, എൻ്റെ ഭർത്താവ് മാറും, അവൻ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരും, അവൻ മദ്യപിക്കാതെ എനിക്കൊപ്പം, എൻ്റെ മക്കൾക്കൊപ്പം, എൻ്റെ ഭവനത്തിനകത്ത് സന്തോഷത്തോടെ ജീവിക്കും. യെസ്, നീ അത് പറയുമ്പോൾ തന്നെ ഒരു കാറ്റ് ഫോം ചെയ്യുക. താങ്ക് ഗോഡ്. നീ വിശ്വാസി ആയതുകൊണ്ട്, നീ ഭക്തനായതുകൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ബോണ്ട് ചെയ്യപ്പെട്ട് നമ്മൾ ആയിരിക്കുന്നത് കൊണ്ട്, അതേ ആത്മാവിനാൽ നമ്മൾ നിറഞ്ഞായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം, ഒരു കാറ്റ് ഫോം ചെയ്യുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് എൻ്റെ ഭർത്താവ് പുറത്തു വരും. പറയ്, ആ ബന്ധത്തിൽ നിന്ന് എൻ്റെ ഭർത്താവ് പുറത്തു വരും. സഹോദര പറയ്, ആ ബന്ധത്തിൽ നിന്ന് എൻ്റെ ഭാര്യ പുറത്തു വരും. സ്തോത്രം. അവരുടെ തന്ത്രത്തിൽ നിന്ന് എൻ്റെ ഭാര്യ പുറത്തു വരും. എന്നെക്കാൾ വലുതാണ് ഈ ലോകമെന്ന് പറഞ്ഞ് ചിന്തിച്ചായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എൻ്റെ ഭാര്യ പുറത്തു വരും. അവൾ മടങ്ങി വരും. എൻ്റെ ഭവനത്തിലേക്ക് അവൾ മടങ്ങി വരും. എൻ്റെ ഭർത്താവിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും. പ്രാർത്ഥിക്ക്. പറയ്, സ്തോത്രം. പ്രവചിച്ച് പറയ്. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ വിശ്വാസിയെ പ്രവചിക്ക്. അസ്ഥി താഴ്വരയാണ് നീ കാണുന്നത്. അതേ അസ്ഥി താഴ്വരയെ നോക്കി നീ പ്രവചിക്ക്. നീ പ്രവചിക്കുവാൻ തുടങ്ങുമ്പോൾ അതേ കാറ്റ് ഫോം ചെയ്യുക. താങ്ക് ഗോഡ്. താഴ്വരയിൽ വീശുവാനുള്ള, അഭിഷേകത്തെ വഹിക്കുവാനുള്ള കാറ്റ്. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. നോക്കൂ, 37-9 വാക്യത്തിൽ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ചു കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഈ പ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. കാറ്റ് വരണം, അവരുടെ മേൽ ഊതണം. അസ്ഥി താഴ്വരയിൽ അസ്ഥിയായി കിടക്കുന്നവരുടെ മേൽ ഊതണം. ആ കാറ്റിൽ വ്യാപരിക്കുന്ന അഭിഷേകം നിഹതന്മാരുടെ ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കും. താങ്ക് ഗോഡ്. സ്തോത്രം. അസ്ഥി താഴ്വരയുടെ അനുഭവം മാറും. യെസ്, യേശുവിൻ നാമത്തിൽ സഹോദര, നീ കാണുന്ന അസ്ഥി താഴ്വരയുടെ നല്ലതൊന്നുമില്ലാത്ത ആ നാറ്റം വെച്ച അവസ്ഥ സ്പ്രെഡ് ആകുന്ന സ്തോത്രം, ആ സാഹചര്യം മാറും. ആ അസ്ഥി താഴ്വരയുടെ അനുഭവം മാറുവാൻ പോകുക. നോക്കി പ്രവചിക്കുക. കാറ്റ് വീശുക. അഭിഷേകത്തിന്റെ കാറ്റ് ആ തൊഴിലിടത്തിൽ വീശുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. മാതാവേ, നിന്റെ തലമുറകളായിരിക്കുന്ന ആ തൊഴിലിടത്ത് അവർ കടന്നുപോയി പ്രതീക്ഷയോടെ ആയിരിക്കുന്ന ആ രാജ്യത്ത് സ്തോത്രം, ഇന്ന് കാണുന്ന അസ്ഥി സമാനമായ അവസ്ഥകളല്ല, നാറ്റം വെച്ച അവസ്ഥകളല്ല, സ്പ്രെഡായി തുടങ്ങിയ വാർത്ത. അയ്യോ, അവളുടെ മകൻ പോയി, പെട്ടുപോയി. സ്തോത്രം. അവളുടെ അഹങ്കാരത്തിന് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന, കളിയാക്കുന്നവർ
കണ്ടു മാറ്റി പറയുവാൻ തക്കവണ്ണം അഭിഷേകത്തിന്റെ കാറ്റ് നിന്റെ വാക്കിന് പിന്നാലെ വീശുവാൻ പോകുക. അവർ ആയിരിക്കുന്ന രാജ്യത്ത് അഭിഷേകത്തിന്റെ കാറ്റ്, നിഖതന്മാരുടെ സൈന്യത്തെ എഴുന്നേൽപ്പിക്കുവാൻ, ശക്തന്മാരായി നിന്റെ തലമുറകളെ എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം, താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ കടന്നുപോയതുപോലെയല്ല, സ്തോത്രം, ശക്തന്മാരായി കരുത്തന്മാരായി ദൈവപ്രവൃത്തി അനുഭവിച്ചു മടങ്ങുവാൻ തക്കവണ്ണം അഭിഷേകത്തിന്റെ കാറ്റ് വീശുക. തൊഴിലിടത്തിൽ അഭിഷേകത്തിന്റെ കാറ്റ് വീശുക. യേശുവിൻ നാമത്തിൽ കുടുംബജീവിതത്തിൽ അഭിഷേകത്തിന്റെ കാറ്റ് വീശുക. നാറ്റം മാറ്റിക്കളയുന്ന, നാറ്റം പാറ്റിക്കളയുന്ന, താങ്ക് ഗോഡ്, കാറ്റിൽ ആ നാറ്റം പാറിപ്പോകുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ചിലതിനെ ജീവിപ്പിക്കുക. ആമേൻ. അസ്ഥി സമാനമായ ചിലതിനെ ഇനി ഒരിക്കലും നേരെയാകത്തില്ല എന്ന് പ്രതീക്ഷകൾ സകലതും നഷ്ടപ്പെട്ടു പോയ ചിലതിനെ, സ്തോത്രം, പ്രവചിച്ചു പറയുന്നതിന്റെ വാക്കിന് പിന്നാലെ ഉരുവാകുന്ന കാറ്റ് ജീവിപ്പിക്കുക. യേശുവിൻ നാമത്തിൽ ആമേൻ. അസ്ഥികൾ ജീവിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ നിന്റെ കുടുംബജീവിതം പിന്നെയും സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരിക. നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാൻ പോകുക. പ്രവചിക്ക് മാതാവേ, നിന്റെ മക്കളെ നോക്കി പ്രവചിക്ക്. അവർ ജയിക്കും, അവർ പഠിച്ചു പഠനം പൂർത്തിയാക്കും. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അവൾ ഡോക്ടറാകും, അവൻ എഞ്ചിനീയർ ആകും. ആ പ്രൊഫഷൻ അവനുണ്ടാകും. ആ കോളേജിൽ അവന് അഡ്മിഷൻ കിട്ടും. ആ രാജ്യത്ത് അവൻ കടന്നു പോകും. പ്രവചിക്ക്. ആ വിസയെ നോക്കി തന്നെ പ്രവചിക്ക്. റിജക്റ്റായ വിസയെ നോക്കി പ്രവചിക്ക്. ആ ലെറ്ററിനെ നോക്കി പ്രവചിക്ക്. ആ പരാജയപ്പെട്ടു പോയ മാർക്ക് ലിസ്റ്റ് കണ്ട് പ്രവചിക്ക്. യേശുവിൻ നാമത്തിൽ ഈ മാർക്ക് ലിസ്റ്റിലെ അക്കങ്ങൾ മാറുവാൻ പോകുക. താങ്ക് ഗോഡ്, മാർക്ക് ലിസ്റ്റിലെ അക്കങ്ങൾ മാറുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ചില ലെറ്ററിന്റെ കണ്ടന്റുകൾ മാറുവാൻ പോകുക. റിജക്ഷൻ ലെറ്റർ അപ്പോയിന്റ്മെന്റ് ലെറ്ററായി മാറുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ, ആമേൻ. ചില പേപ്പേഴ്സിൽ സൈൻ വീഴുക. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ ചില സൈനിനായി പ്രതീക്ഷിച്ചായിരിക്കുക. ചില പേപ്പേഴ്സിൽ സൈൻ വീഴുക. സ്തോത്രം. പ്രവചിക്കുക. നീ പ്രവചിക്കുക. നീ പ്രവചിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കുക. ഇനി ആ കോടതിക്കകത്തു നിന്ന് നിനക്ക് ഏറ്റവും നല്ല വിധി, സ്തോത്രം, ജഡ്ജ് സൈൻ ചെയ്യുക. യേശുവിൻ നാമത്തിൽ സ്തോത്രം. ഇന്ന് വരെ അത് നടക്കത്തില്ലെന്ന് അറിയാമല്ലോ. പ്രവചിക്കുക. നീ പ്രവചിക്കുമ്പോൾ ഒരു കാറ്റ് ഫോം ചെയ്യും. സ്തോത്രം. ഒത്തിരിയായി പട്ടി കടിച്ചെടുത്തിട്ട് മിച്ചം കിടക്കുന്ന ആസ്തികൾ ചേർന്ന് വരുവാൻ തുടങ്ങി. എവിടെ നിന്നൊക്കെ ആയിരിക്കും ചേർന്ന് വന്നേ? സ്തോത്രം. കുറെ മണ്ണിൻ്റെ അടിയിൽ കിടന്നു കാണും. സ്തോത്രം. മണ്ണിനെ ഇളക്കി മാറ്റി അത് പുറത്തു വന്നു. പലരും പറയും എല്ലാം നഷ്ടപ്പെട്ടു, അത് കിട്ടത്തില്ല, അതങ്ങ് അടിയിലായിപ്പോയി, അതങ്ങ് ആഴത്തിലായിപ്പോയി. ആഴത്തിൽ നിന്ന് അത് പുറത്തു വരും. കാരണം സ്തോത്രം, അഭിഷേകത്തിൻ്റെ കാറ്റ് വീശിയാൽ സ്തോത്രം അത് ചേർന്ന് വരണം. സ്തോത്രം. ആമേൻ. വീശിപ്പിക്കുന്നത് ദൈവമാ. നീ പറയുമ്പോൾ ആ കാറ്റ് വീശിപ്പിക്കുന്നത് ദൈവമാ. സ്തോത്രം. ആമേൻ, ആമേൻ. സാക്ഷ്യമായി മാറുവാൻ തക്കവണ്ണം നിഖതന്മാരുടെ സൈന്യം അവിടെ നിന്ന് എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. കുറേ പട്ടി കടിച്ചു കൊണ്ടോടി, അത് വീണെടുത്ത് നിന്ന് തിരിച്ചു വരും. സ്തോത്രം. അതായിപ്പോയ സ്ഥാനത്ത് നിന്ന് തിരിച്ചു വരും. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിൻ നാമത്തിൽ അത് വന്ന് ഒരുമിച്ച് ചേരും. സ്തോത്രം. എവിടെയായാലും ഏത് അവസ്ഥയിലായിരുന്നാലും ചേരേണ്ടതിനെ കർത്താവ് ഒരുമിച്ച് ചേർക്കും. അതിനു മുകളിൽ മാംസം കൊണ്ട് മറയ്ക്കും. സ്തോത്രം. ആ സൗന്ദര്യത്തെ തിരികെ തരും. ആ മാംസത്തിൽ ജീവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം നാഡീ നരമ്പുകളിലൂടെ രക്തം ഓടുവാൻ തുടങ്ങിയ യേശുവിൻ നാമത്തിൽ നിന്റെ ശരീരത്തിൽ ഉള്ളം കാൽ മുതൽ ഉച്ചന്തല വരെ രക്തം ഓടി തുടങ്ങിയ നീ ജീവിച്ചെഴുന്നേറ്റ് നിൽക്കുവാൻ തക്കവണ്ണം. ആമേൻ. സ്തോത്രം. നീ കണ്ട് പറയുന്നത് അതിലും വലിയൊരു ക്യാൻവാസിൽ നിവർത്തിക്കുന്ന ഒരു ദൈവം. അവേ നിഹതന്മാരുടെ സൈന്യം. ആമേൻ. സ്തോത്രം. അപ്പോ എങ്ങനെ പറയണം? പറയേണ്ടതുപോലെ പറയേ, നടക്കും. അവനങ്ങനെയൊന്നും തിരിച്ചു വരത്തില്ല. അവൻ്റെ വിവാഹം നടക്കും. അവളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും. നല്ല വിവാഹം നടക്കും. റിസൾട്ട് ഉണ്ടാകും. IELTS സ്കോർ ഉണ്ടാകും. കാനഡയിൽ പോകും, യൂറോപ്പിൽ പോകും. അവൻ രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടും. ആ നന്മ കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും. അപ്പോൾ മറക്കണ്ട, പ്രവചിച്ചു തുടങ്ങുക. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. അതുപോലെ അവരുടെ വിഷയങ്ങളിൽ അവർക്കൊരു കൈത്താങ്ങായി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു പ്രാർത്ഥനാ പങ്കാളിയായി ഞങ്ങൾക്കായിരിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്റ്റുകൾ നിങ്ങൾ കൈമാറുക. ഞങ്ങളെക്കുറിച്ച് അവരോട് പറയുക. അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്.
ജോയിൻ ചെയ്യിപ്പിക്കുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക, ആ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. ലൈവായി തന്നെ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രൈസർ ഫാമിലി എല്ലാ വെള്ളിയാഴ്ചയിലും കാണുന്ന വലിയ സാക്ഷ്യങ്ങളിലൊന്നായി നിങ്ങളുടെ ജീവിതം മാറും. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും 10 മണി മുതൽ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മുടെ ചാനലിൽ തന്നെ. അപ്പോൾ നിങ്ങളൊരു ആരാധനയ്ക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്യുക. ഇനി നിങ്ങളൊരു ആലയത്തിൽ കടന്നു പോകുന്നില്ല എങ്കിൽ മാത്രം ഞങ്ങളുടെ ആലയത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. എല്ലാ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ പ്രൈസർ ഫാമിലി പ്രാർത്ഥനയോടും ഉപവാസത്തോടു കൂടെ ആയിരിക്കുന്നു. ഞങ്ങളുടെ മിഷണറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും നിങ്ങൾക്കും അവസരമുണ്ട്. ഞങ്ങൾക്കൊപ്പം ചേർന്ന് അതിനായി കോൺടാക്ട് ചെയ്യുക. എന്നാൽ കണ്ണടച്ചോ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്നു ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറിയ കൃപയ്ക്ക് മുൻപിൽ കണ്ട ഭയപ്പെട്ട അറച്ച അസ്ഥി താഴ്വരയുടെ അനുഭവങ്ങളെ അങ്ങ് മാറ്റിയ കൃപയ്ക്കായി വീശിയടിച്ച അഭിഷേകത്തിന്റെ കാറ്റിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പുതിയ ജോലികൾ ഉണ്ടാകട്ടെ. എല്ലാ ജോലി തടസ്സങ്ങളും മാറട്ടെ. തൊഴിൽ സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ യേശുവിൻ നാമത്തിൽ അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്കുക. കർത്താവ് ഉദരഫലത്തെ നൽകിയ അതിൻ്റെ അവകാശമാണ്. പ്രാർത്ഥിക്കുക. വർഷം നോക്കണ്ട, ഡോക്ടർ പറഞ്ഞത് നോക്കണ്ട. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക. ആമേൻ. വസ്തുക്കൾ വാങ്ങുക, ഭവനങ്ങൾ പണിയുക. സ്തോത്രം. പകുതി വഴിയിലായിപ്പോയ ഭവനങ്ങളുടെ പൂർത്തീകരണം കർത്താവ് ചെയ്യുക. ആ ഭവനത്തെ നോക്കി പ്രവചിക്കുക. ആമേൻ. കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. ഡിവോഴ്സുകൾ മാറിപ്പോവുക. കോടതികൾ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾ കരുതി വരുവാൻ പോവുക. സംശയരോഗങ്ങൾ മാറുക. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. എല്ലാ കടഭാരങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. തലകുനിഞ്ഞ് ഒളിച്ചായിരിക്കുന്ന അവസ്ഥ മാറട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടിവിക്കപ്പെടട്ടെ. ആമേൻ. ആത്മീയ ജീവിതം പണിതുയർത്തപ്പെടട്ടെ. ശുശ്രൂഷാ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ, വലുതും ചെറുതുമായ കച്ചവടങ്ങൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി തീർക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം ഇപ്പോൾ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ വിടുതലിൻ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.